കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കിട്ടാക്കടം 50 കോടി കവിയുന്നു. വായ്പ നൽകിയ 17,148.7 കോടി രൂപ 15 വർഷത്തിലേറെയായി കുടിശ്ശികയായതിന്റെയും പലിശയുടെയും പിഴപ്പലിശയും കൂട്ടിച്ചേർത്താണിത്. വായ്പ നൽകി 17,148.7 കോടി രൂപ 15 കൊല്ലത്തിലേറെയായി കുടിശ്ശിക ആയതിന്റെയും പലിശയും പിഴപ്പലിശയും കൂട്ടിച്ചേർത്താണിത്. വായ്പ നൽകിയതിൽ 1,40,05.72 കോടി രൂപയും അതിന്റെ പലിശയും കേസിൽ വിധിയായി ജപ്തി മുടങ്ങിക്കിടക്കുന്നതാണ്. 3 ലക്ഷം പേരാണ് തുക അടയ്ക്കാനുള്ളത്. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളിൽ മൊത്തം വായ്പയുടെ 15%-ലേറെയും കിട്ടാക്കടമാണ്. പൊതുമേഖലാ ബാങ്കുകളിലേത് 5%-ൽ താഴെ മാത്രവും. സഹകരണ മേഖലയിൽ 7%-എങ്കിലും ആകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജില്ലാ തലത്തിൽ കണക്കുകൾ ശേഖരിച്ചത്. കിട്ടാക്കടത്തിൽ 3,142.98 കോടി രൂപയും പലിശയും ആർബിട്രേഷൻ കേസ് നടത്തിപ്പിലെ കാലതാമസത്തിൽ കിട്ടാക്കടമായി കിടക്കുകയാണ്. 57,255 പേരിൽ നിന്നും ഈ തുക കിട്ടാനുള്ളത്. ജപ്തി വസ്തുക്കൾ ലേലം ചെയ്തും സമവായത്തിലൂടെ പണം തിരികെ അടച്ചും 6,000 കോടി രൂപ ഉടൻ ലഭിക്കുമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ. കിട്ടാക്കടം ഏറെയും സാമ്പത്തിക ശേഷിയുള്ളവരുടേതാണ്. രാഷ്ട്രീയ സ്വാധീനം മൂലം ബാങ്ക് ഭരണസമിതികൾ ജപ്തിയിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതും സെയിൽസ് ഓഫീസർമാരും കക്ഷികളും ഒത്തുകളിച്ച് നടപടികൾ വൈകിപ്പിക്കുന്നതുമാണെന്നാണ് കിട്ടാക്കടം പെരുകാൻ കാരണം. വായ്പ കുടിശ്ശികയ്ക്കുള്ളിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പലിശയിളവ് ലഭിക്കുന്നവർക്ക് പിന്നീട് 2 വർഷം കഴിഞ്ഞ് ഇനി വായ്പ ലഭിക്കൂ. തിരിച്ചടവ് പതിവായി മുടക്കി ആനുകൂല്യം പറ്റിയ ശേഷം അതേ ബാങ്കിൻ ഭരണസമിതിയെ സ്വാധീനിച്ച് വീണ്ടും വായ്പ സംഘടിപ്പിക്കുന്ന പതിവുകാർക്കാണ് ഇത്. സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായാൽ നിക്ഷേപകർക്ക് 5 ലക്ഷം രൂപ വരെ ഉടൻ ലഭ്യമാക്കുന്ന ഗ്യാരണ്ടി പദ്ധതിയിൽ എല്ലാ സംഘങ്ങളും ചേരണമെന്നാണ് നിർബന്ധം. നിക്ഷേപകർക്ക് 15 ദിവസത്തിനകം 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതിയിൽ മാറ്റം. ഒരാൾക്ക് നിക്ഷേപമുള്ള ഒന്നിലേറെ ബാങ്കുകൾ പ്രതിസന്ധിയിലായാൽ അവിടെ നിന്നെല്ലാം ഈ താൽക്കാലിക സഹായം ലഭിക്കും. ഗ്യാരണ്ടി സ്കീമിൽ ചേരാതെ സംഘങ്ങൾ നിക്ഷേപം സ്വീകരിച്ചാൽ രജിസ്ട്രാർ തടഞ്ഞ് പിഴ ഈടാക്കുമെന്നും ഉത്തരവ് ഭേദഗതി ചെയ്തു.